क्योंकि आपके पास है മോദിയുടെ बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं। हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए। ये सफलता कैसे मिली? മോദിയുടെ गारंटी। हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया। ये क्यों हुआ? മോദിയുടെ गारंटी। हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया। ये कैसे बने? മോദിയുടെ गारंटी। हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की। ये किसे संभव बनाया? മോദിയുടെ गारंटी। हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले। ये सफलता कैसे मिली? മോദിയുടെ गारंटी। हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए। ये कैसे संभव हुआ? മോദിയുടെ गारंटी। हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया। इसे किसे संभव बना दिया? മോദിയുടെ गारंटी। हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला। ये कैसे संभव हुआ? മോദിയുടെ गारंटी। മോദിയുടെ गारंटी। हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया। ये वायदा कैसे पूरा हुआ? മോദിയുടെ गारंटी। आज नॉर्थ ईस्ट सहित देश के ऐसे अनेक राज्य जहां बड़ी संख्या में ईसाई आबादी रहती है, वहां भाजपा की सरकारें हैं। हाल में क्रिसमस के दौरान मुझे दिल्ली में अपने आवास पर क्रिश्चियन कम्युनिटी को होस्ट करने का अवसर मिला। कम्युनिटी के धर्मगुरुओं ने, इंटेलेक्चुअल और अचीवर्स ने जो आशीर्वाद मुझे दिया, सरकार के काम को सराहा, उसके लिए मैं उनका फिर से आभार व्यक्त करता हूं। നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൃശൂരിനെ ഇളക്കി മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപിയുടെ സ്ത്രീ ശക്തി സംഗമം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കൂടിയായി. സംസ്ഥാനത്തെ സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നുള്ള പതിവ് മോദി സ്റ്റൈൽ പ്രസംഗം. വിശ്വാസികളെ സംസ്ഥാന സർക്കാർ മാനിക്കുന്നില്ലെന്നതിന് ശബരിമലയും തൃശൂർ പൂരവും എടുത്തു പറഞ്ഞ വിമർശനം. ക്രൈസ്തവരോടുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടാൻ ക്രിസ്മസ് വിരുന്നും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം കിട്ടിയെന്ന പരാമർശവും. കൂടാതെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് ഉണ്ടാകുന്ന നേട്ടവും. കേന്ദ്രം അവഗണിക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ പരാതിക്ക് ഫണ്ട് വിനിയോഗിച്ചതിന്റെ കണക്ക് നൽകുന്നില്ല ഇന്ത്യ മുന്നണി സംസ്ഥാനങ്ങൾ എന്ന കുറ്റപ്പെടുത്തൽ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസിനും CPM-നും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂവെന്ന കളിയാക്കൽ. എല്ലാത്തിനുമുപരി മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിലുടനീളം ആവർത്തിച്ചും ഏറ്റുപറയിപ്പിച്ചും ശക്തന്റെ മണ്ണിൽ മോദി ജനസഹർസത്തെ കയ്യിലെടുത്തപ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ BJPക്ക് നേട്ടമാകുമോ? പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടോണി റാഫേൽ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ CR നീലകണ്ഠൻ, ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇളക്കി മറിച്ചുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട്, റോഡ് ഷോ നടത്തിയിട്ടുണ്ട്. ഇത് തൃശ്ശൂരിൽ കണ്ടത് പക്ഷേ അതിനെല്ലാം ഉപരിയാണ് എന്ന് BJP ക്യാമ്പുകൾ പറയുകയാണ്. തൃശൂർ എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണല്ലോ BJPക്ക് ഉള്ളത്. അതിനും ഉപരിയായിട്ട് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു തുടക്കമായി മാറുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ്? തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു. കേരളത്തിൽ ഇതുവരെ ഒരു പാർലമെന്റ് സീറ്റ്, ഒരു അസംബ്ലി ഒരിക്കൽ കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അതിലവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നടന്നോളന്നില്ലല്ലോ. നോക്കൂ,
മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നു. മോഡി ചെയ്ത കാര്യങ്ങൾ പറയുന്നു. ഇപ്പോ കക്കൂസ് ആണെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും കക്കൂസിന് മുമ്പ് തന്നെയാണ്. കേരളത്തിൽ കുടിവെള്ള പദ്ധതിയുമായി മോഡിയുടെ കുടിവെള്ള പദ്ധതി ഒന്നും വന്നിട്ടില്ല കേരളത്തിൽ ഏത് മോഡി ഗ്യാരണ്ടിയാണ് വന്നത്? ഇപ്പൊ ഗ്യാസിന്റെ വില മോഡി ഗ്യാരണ്ടി എന്ത് പറഞ്ഞാലും ഉജ്ജ്വലയൊന്നും ഇവിടെ വരുന്നേക്കാൾ സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ വില മാത്രം മതി. മോഡി 2014 അധികാരത്തിൽ വരുമ്പോൾ ഇപ്പൊ എത്ര, അതുപോലെ ഡീസലിന്റെ വില, പെട്രോളിന്റെ വില, ഇവിടെ വണ്ടി ഓടിക്കുന്നവർ എപ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഫലം അറിയുന്നവരുമാണ്. അതുകൊണ്ട് ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് എത്രമാത്രം ഫലപ്രദമാണ് കേരളത്തിൽ എന്ന വലിയ ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ എവിടെയും വലിച്ചില്ലല്ലോ. കർണാടകയിൽ വലിച്ചില്ല, തെലങ്കാനയിൽ വലിച്ചില്ല, തമിഴ്നാട്ടിൽ വലിക്കില്ല എന്ന് അവർക്കറിയാം. ഇനി വേണ്ട ഇന്ത്യയിൽ നിന്ന് ഒട്ടെടുത്ത് നോക്കൂ. ഇന്ത്യയുടെ തമിഴ്നാട് കഴിഞ്ഞാൽ, തെലങ്കാന കഴിഞ്ഞാൽ അതിൽ ആന്ധ്രയുടെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് കഴിഞ്ഞാൽ ഒറീസയിൽ ഗ്യാരണ്ടി ഇല്ല, ബംഗാളിൽ ഗ്യാരണ്ടി ഇല്ല, നോർത്ത് ഈസ്റ്റിൽ ആസാം ഒഴിച്ച് വേറെ എവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല, ഹിമാചൽ പ്രദേശിലില്ല, പഞ്ചാബിലില്ല, ദില്ലിയിലില്ല. അപ്പൊ ഒരു റൗണ്ട് ഇന്ത്യയുടെ ഒരു ചുറ്റുവട്ടത്തും ഈ ഗ്യാരണ്ടി ഏൽക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി 3 സംസ്ഥാനങ്ങളിൽ ജയിച്ചതാണ് ഇവർ പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം അതിനു മുമ്പ് നടന്ന കർണാടകയിൽ ജയിക്കണമായിരുന്നു, കർണാടകയിൽ ഭരിക്കുകയായിരുന്നു. അപ്പൊ ജയിക്കുമ്പോൾ മോഡിയുടെ ഗ്യാരണ്ടി, തോൽക്കുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ കുഴപ്പവും എന്ന് പറയുന്നത് ഒരു രീതിയാണ് മോഡിയുള്ളത്. അത് കേട്ടെ. അല്ല, കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ സാമുദായ സമവാക്യങ്ങൾ BJPക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ. അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് BJP കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം, അതും തൃശ്ശൂരിൽ എന്നതിന് സംശയമില്ലല്ലോ. ഇതിന് മുന്നോടിയായി തന്നെ ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹം കേന്ദ്ര സർക്കാരിന് കിട്ടിയെന്ന്. അതിനുമുപരിയായിട്ട് താങ്കൾ പറഞ്ഞു ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, പക്ഷേ ഈ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാന കാര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്താണ് BJP ലക്ഷ്യമിടുന്നത്? ഏത് സമവാക്യങ്ങളിലാണ് മാറ്റം വരുത്തുവാൻ BJP ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണല്ലോ. മുൻപും ശ്രമം നടന്നിട്ടുണ്ട് എങ്കിലും അതിപ്പോൾ നേട്ടമാകാൻ പോകുന്നു എന്ന വലിയ കണക്കുകൂട്ടലിലാണ് BJP. അതാണല്ലോ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അല്ല, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ തൃശ്ശൂര് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്താൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് 2019 നമ്മൾ ആലോചിച്ച് നോക്കും മഞ്ജുഷ, കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഇന്ന് കേരളത്തിലെ വോട്ടർമാർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം ശബരിമല പ്രവേശനമാണ്. ആ ശബരിമല പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അത് സീറ്റ് കിട്ടിയില്ലെങ്കിലും കുറെ വോട്ട് കൂടുതൽ കിട്ടി. സുരേഷ് ഗോപി എന്ന ഒരു സ്റ്റാർ അവിടെ മത്സരിക്കാൻ വന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ചു. എന്ത് അഡ്വാൻറ്റേജാ കിട്ടിയത്? അപ്പോ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു ജമ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി മഞ്ജുഷ് പറഞ്ഞ അല്ലെങ്കിൽ മോഡി ആവർത്തിച്ച മതന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ കാര്യം, അത്ര വിവരമില്ലാത്തവരൊന്നും അല്ല കേരളത്തിലെ ക്രിസ്തീയ വോട്ടർമാർ. നല്ല വിദ്യാഭ്യാസവും വിവരവും ലോകപരിചയം ഒക്കെ ഉള്ളവരാണ്. മണിപ്പൂരിൽ നടന്നത് എന്താണെന്ന്, ഗോവയിൽ അവർ ജയിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുമ്പ് ചില നോർത്ത് ഈസ്റ്റിൽ ജയിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് ഇതിന്റെ ചരിത്രം, ഈ സംഘപരിവാറിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്ത് ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് സംഘപരിവാർ എക്കാലത്തും പറഞ്ഞിട്ടുള്ള 3 പേർ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ മണിപ്പൂരൊക്കെ പറഞ്ഞ് ഈ 2-3 പുരോഹിതൻ, ഞാൻ പുരോഹിതന്മാര് തന്നെ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോയല്ലോ, നാളെ സോണിയാഗാന്ധി വിളിച്ചാൽ അവർ അതിനും പോകുമല്ലോ. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ നാളെ ഒരു വിരുന്ന് വിളിച്ചാൽ, ന്യൂ ഇയറോ ക്രിസ്മസിനോ വേറെ എന്തെങ്കിലും ഈസ്റ്ററിനോ വിളിച്ചാൽ ഇവർ പോകില്ലേ? അവിടെ അങ്ങനെ ഏതെങ്കിലും ബിഷപ്പുമാർ വിരുന്നിന് വിളിച്ചു പോയി എന്നതുകൊണ്ട് അതേ ആളുകൾ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ച വിരുന്നിൽ വന്നല്ലോ. അപ്പോ അങ്ങനെ വന്നതുകൊണ്ട് മതന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ ഇവരിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്ന വാദത്തിന് ഒരർത്ഥവുമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് കാര്യമാണ് മോഡി പറഞ്ഞത്? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, കേന്ദ്ര സർക്കാരിന് ഏറ്റവും നിയന്ത്രണമുള്ള പെട്രോൾ, ഡീസൽ, അതുപോലെ പാചകവാതകം അടക്കമുള്ള വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് എടുത്തത്? കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു, കൊടുത്തില്ല എന്ന് പറയുന്നു. ഏതായാലും കൊടുത്തില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ച വായ്പാ പരിധി അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാവുന്നുണ്ട്.
പക്ഷെ അത് ചർച്ചയാകുന്നുണ്ട് എങ്കിലും അത് CPM-ഉം സംസ്ഥാന സർക്കാരുമാണ് ചർച്ചയാക്കുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുമുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര ധനമന്ത്രിയും പറഞ്ഞ കാര്യത്തിന് കൃത്യമായ മറുപടി ഇതുവരെ സംസ്ഥാന ധനമന്ത്രി നൽകിയിട്ടുമില്ല. നമുക്ക് ഈ സാമുദായിക സമവാക്യങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ ഈ മതമേലധ്യക്ഷന്മാർ വിരുന്നിൽ പങ്കെടുത്തു, അതിൽ തെറ്റില്ല, ശരിയാണ്. അത് പ്രധാനമന്ത്രി വിളിച്ചാലും മുഖ്യമന്ത്രി വിളിച്ചാലും ഒക്കെ പോകണം, അത് പോകുന്നുമുണ്ട് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ. പക്ഷെ അതിനുശേഷം അവർ നടത്തിയ പ്രതികരണവും ഈ മതസംഘടനകൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ മുൻപത്തേക്കാൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അത് കേന്ദ്ര സർക്കാരിനെയും BJP-യും തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ കൂടി അവർ നടത്തുന്നുണ്ട്. ഞങ്ങളെ ആര് പരിഗണിക്കുന്നുവോ അവരോടൊപ്പം പോകാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന കാര്യം കൂടുതൽ ഊന്നി പറയുന്നുണ്ട് തുടർന്ന് നടന്ന ചർച്ചകളിൽ. ഈ ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളും അതുപോലെ തന്നെ അവരുടെ സംഘടനകളുടെ പ്രതിനിധികളും. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാബു പ്രസാദ്, എന്ത് ഗ്യാരണ്ടിയാണ് മോദി കേരളത്തിന് മാത്രമായിട്ട് നൽകിയത് എന്നാണ് ശ്രീ CR നീലകണ്ഠൻ ചോദിക്കുന്നത്. ഇവിടെ 18 തവണ മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഈ മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ളത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിജയകരമായിട്ടുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതുമാണ്. പക്ഷേ കേരളത്തിൽ ഇത് നേരത്തെ തന്നെ നടപ്പായിട്ടുള്ള പല പദ്ധതികളുമാണ് എന്ന് CR പറയുകയാണ്. അതൊരു പരിധിവരെ ശരിയുമാണല്ലോ. മഞ്ജുഷേ, മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിലെ ഈ ഇന്ത്യൻ ജനതയുടെ ഇടയിലുള്ള ആ ക്രെഡിബിലിറ്റിയാണ് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം, BJP അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണോ പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ, അതായത് നമ്മൾ സമഗ്രമായി നോക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിയോന്ന് പറഞ്ഞ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ക്രെഡിബിലിറ്റി ഉണ്ട്, ആ ട്രാക്ക് റെക്കോർഡുണ്ട്. അതാണ് മോദിയുടെ. അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡുള്ള മോദി ഇതാ പറയുന്നു, നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഞങ്ങളെ ജയിപ്പിക്കൂ. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക്, മുമ്പോട്ട് മികച്ച ഒരു ഭാവിക്ക് ഇവിടെ BJP വിജയിക്കേണ്ട ആവശ്യമാണ്. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തവരാണ്, ഞങ്ങൾ വാക്ക് പാലിക്കുന്നവരാണ്. ഈ ഒരു ക്രെഡിബിലിറ്റിയാണ് നരേന്ദ്രമോദി തൃശ്ശൂർ മാർക്കറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് അദ്ദേഹം ഓരോ നേട്ടങ്ങൾ, ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയാൻ എന്താണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ CR നീലകണ്ഠന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന്, ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഹൈവേ വികസനത്തിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഈ രാജ്യത്ത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള 100 കണക്കിന് പദ്ധതികൾ, അത് അദ്ദേഹം ഓരോന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മതിയാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ, ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പദ്ധതികൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പക്ഷേ ഇത് അല്ലല്ല, ഈ CR പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഞാൻ CR-നോട് ചോദിച്ച രണ്ടാമത്തെ കാര്യമാണല്ലോ ഏറെ പ്രസക്തം. കാരണം താങ്കൾക്കും അറിയാവുന്നതാണ്, കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരാതെ BJP-ക്ക് സംസ്ഥാനത്ത് ഒരു ലോക്സഭാ സീറ്റ് കിട്ടുകയില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണല്ലോ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുൻപ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും കാണാറുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയം അല്ലെങ്കിൽ കൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ചുവടുവെപ്പ് എന്ന രീതിയിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടെ കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ക്രൈസ്തവ സമൂഹത്തെ കൂടെ കൂട്ടുവാനുള്ള ശ്രമം ഇതിനു മുൻപ് പലതവണ കേരളം കണ്ടിട്ടുള്ളതാണ്. അതിനുപരിയായിട്ട് ഇത്തവണ എന്താണ് ഈ തൃശ്ശൂരിന് മാത്രമായിട്ട് ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് BJP അവതരിപ്പിക്കുന്നത്? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഇതിനെന്തോ വലിയ ശക്തി കൈവന്നു എന്ന് അവകാശപ്പെടുകയും ഈ ഒരു ക്രിസ്മസ് വിരുന്ന് നൽകിയതിലൂടെ ക്രൈസ്തവ സഭ BJP-ക്കൊപ്പം ചേരുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. മഞ്ജുഷേ, ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഒരു ഭാഗികമായ കാര്യങ്ങൾ ശരിയാണ്. സാമുദായികമായ സമവാക്യങ്ങളും താല്പര്യങ്ങളുമൊക്കെ കേരളത്തിലെ ഇലക്ഷനിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പ്രാമുഖ്യം ഈ പറഞ്ഞതുപോലെയുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ
ഒരു സർക്കാരിൽ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയിൽ ഒരു പാർട്ടിയിലുള്ള വിശ്വാസം, വികസനം, കൺമുമ്പിൽ കാണുന്ന വികസനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കാനാണ് നരേന്ദ്രമോദി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ വിജയമായിട്ടുമുണ്ട്, വളരെ വലിയ. ഇപ്പം ഈ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം, അതായത് നമ്മുടെ ഈ പൊന്നാനിയും മലപ്പുറവും പോലുള്ള മണ്ഡലങ്ങളിൽ പോലും BJP വിജയിച്ചിട്ടുണ്ട്. കാരണം അവിടെ സാമുദായിക താല്പര്യങ്ങൾക്കുപരിയായി ജനങ്ങൾ ജനക്ഷേമകരമായ പദ്ധതികളെയും അവർക്ക് കയ്യിൽ കിട്ടിയ പ്രയോജനം അവർക്കത് ഫീൽ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാമുദായിക താല്പര്യങ്ങൾക്കുപരിയായി പ്രാധാന്യം വന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ BJP വിജയിച്ചത്. എന്തുകൊണ്ടാണ്? 40% ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് ഗോവ. ആ ഗോവ പതിറ്റാണ്ടുകളായി ഭരിക്കുന്നത് BJP-യാണ്. ഇത് യാഥാർത്ഥ്യമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അങ്ങനെയുള്ളിടത്തൊക്കെ, അതായത് ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJP മതന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന മറുപടിയാണ് ഇതൊക്കെ. ആ ഗോവയും കുറെ വർഷങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് കേരളത്തിൽ അത് ഇതുവരെ നടപ്പാക്കുവാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ഈ ഗോവയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ BJP ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തിയത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ടോണി റാഫി, ഇവിടെ CR ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. തൃശ്ശൂരിൽ ഞാൻ ഒന്ന് തീർത്തോട്ടെ, ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇപ്പൊ 2019 ഇലക്ഷനാണ് അവസാനം നടന്നത്. ഈ 2019 ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ ആദ്യ ടേം കഴിഞ്ഞിട്ട് വരുന്ന ഇലക്ഷനാണ്. ആ സമയത്ത് മോദിയുടെ ആദ്യ ടേം എന്ന് പറയുന്നത് പദ്ധതികളുടെ ആ ഒരു നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെയും തീരുമാനങ്ങളുടെയും ഒരു അടിത്തറ പാകൽ മാത്രമായിരുന്നു അന്ന് നടന്നത്. നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ വലിയ, ഇപ്പോൾ ഈ ഹൈവേ പോലെയോ റെയിൽവേ പോലെയുള്ള നേട്ടങ്ങൾ അന്നുണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ ബേസ് ഇട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഈ രണ്ടാമത്തെ 5 വർഷം കഴിഞ്ഞ് വരുന്ന ഈ ടേമിൽ എടുത്തു കാണിക്കാൻ കൺമുമ്പിലുണ്ട് ഇഷ്ടം പോലെ. ആ പ്രോഗ്രസ് കാർഡ്, അങ്ങനെ ഒരു റിപ്പോർട്ട് കാർഡ് കൺമുമ്പിലുണ്ട്. ആ 2019 നിന്ന് സാഹചര്യങ്ങൾക്ക് അതിനുശേഷം ഭാരതപ്പുഴയിലൂടെ വെള്ളം ശരി ഷാബു, എന്തായാലും താങ്കൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. അതിനുശേഷമാണ് ഈ കേരളത്തിൽ ഇതെല്ലാം. ശരി. ശ്രീ ടോണി റാഫി, ഇവിടെ CR പറഞ്ഞ ഒരു കാര്യം, ക്രൈസ്തവ സമൂഹത്തെ കയ്യിലെടുക്കുവാനായിട്ട് BJP ശ്രമിക്കുമ്പോഴും അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുമ്പോഴും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ അദ്ദേഹം ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോൾ പോലും മണിപ്പൂരിനെ മറന്നുകൊണ്ട് വിശ്വാസികൾ BJP-ക്കൊപ്പം പോവില്ല. ഇതാണ് CR-ന്റെ നിലപാട്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വൈദികർ തന്നെ ഈ ഇത്തരം ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയും എവിടെ പോകണം എന്നുള്ളത്, അതിനാരും ഉപദേശിക്കേണ്ട എന്നാണ്. ആ നിലപാടിനൊപ്പമാണോ താങ്കൾ, അതോ CR പറഞ്ഞ കാര്യത്തിനൊപ്പമാണോ? അതായത് അല്ല, ഇതിലെ വിഷയം തൃശ്ശൂരിലെ ഒരു ശക്തമായ സാമുദായിക സമവാക്യം ഉണ്ട് എന്നുള്ളതാണ് മഞ്ജുഷ് ഈ ചർച്ചയെ ഡ്രാഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ആദ്യത്തെ വിമർശനം മഞ്ജുഷിനോടാണ്. തൃശ്ശൂർ എന്നുള്ള ചെറിയ ഒരു നരേറ്റീവ് മാത്രമായിട്ട് നിങ്ങൾ കാണല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ റിയാലിറ്റിയാണ്. പക്ഷെ വികസനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും സൂപ്പർ ന്യൂമറിയാണ്. സാമുദായിക സമവാക്യങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് വികസനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 18 തവണ എന്ന് പ്രധാനമന്ത്രി മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. നമുക്ക് കേരളത്തിലെ ഗ്യാരണ്ടിയുടെ കാര്യം എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോർഡ്, മോദിയുടെ ഗ്യാരണ്ടിയിൽ പെട്രോളും ഡീസലും വന്നിട്ടില്ല. പെട്രോളും ഡീസലും മോദിയുടെ ഗ്യാരണ്ടിയിൽ വന്നിട്ടില്ല. ശ്രീ ടോണി റാഫി, പെട്രോൾ ഡീസൽ വില വർധന ഈ രാജ്യത്തുണ്ടായിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലെയും തോന്നുന്നുണ്ട്. ഇന്ന് പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ 2 രൂപ പെട്രോളിന് കുറയ്ക്കാമല്ലോ. പെട്രോൾ ഡീസൽ വില വർധനവ് നിങ്ങൾ അങ്ങനെ വലിച്ചിടല്ലേ? എത്ര നാളായി പെട്രോൾ ഡീസൽ വില വർധനവ് ഉണ്ടായിട്ട്? ഞാൻ പറഞ്ഞു വന്നത്, ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ മുന്നിൽ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ സ്ഥാപനത്തിനെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ലാഭത്തിലാക്കിയ പിണറായി വിജയൻ സർക്കാരിന് അഭിവാദ്യങ്ങൾ. അതെന്താ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീവറേജിൽ കിട്ടുന്ന ജവാൻ എന്ന് പറയുന്ന ഒരു മദ്യ ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ആളുകളുടെ കയ്യിൽ, കുടിയന്മാരുടെ കയ്യിൽ കാശില്ലാണ്ടായപ്പോൾ അവർ ഈ പറയുന്ന
ജവാൻ വില കുറഞ്ഞ മദ്യത്തിലേക്ക് കടന്നു. സ്വാഭാവികമായിട്ടും ഈ സ്ഥാപനം ലാഭത്തിലായി. ഇതാണ് ഈ നാട്ടിലെ പിണറായിയുടെ ഗ്യാരണ്ടി. നാട്ടുകാർക്ക് ആളുകൾക്ക് തൊഴിലില്ലാതായപ്പോൾ അവരവരുടെ മക്കളെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി പൊതുമേഖലാ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ പൊതുമേഖലാ സ്കൂളുകളുടെ മഹത്വം കാരണം നമുക്ക് ഏകദേശം ഇത്രയധികം കുട്ടികൾ പുതിയതായിട്ട് ഇവിടെ വന്ന് ചേർന്നു എന്ന് പറയുകയാണ്. ഇതാണ് പിണറായിയുടെ ഗ്യാരണ്ടി. ഇനി മൂന്നാമത് ക്ഷേമ പെൻഷൻ്റെ ഗ്യാരണ്ടി ഇന്ന് നരേന്ദ്രമോദിയുടെ വേദിയിൽ തന്നെ നമ്മൾ കണ്ടു. ക്ഷേമ പെൻഷൻ്റെ പിണറായിയുടെ ഗ്യാരണ്ടി എന്താണെന്നുള്ളത്. വികസനം ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സാമുദായിക സമവാക്യങ്ങൾ വെച്ച് സംസാരിക്കുന്നത് എത്ര ശതമാനം യേശും എന്നുള്ളത് എനിക്കറിയില്ല. തൃശ്ശൂരത്തെ ക്രൈസ്തവർ എല്ലാ കാലത്തും തൃശ്ശൂരത്തെ ക്രൈസ്തവർ ആ ഉന്നത നിലവാരം പുലർത്തിയിട്ടുള്ള ജനങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നൊരു സ്ഥാനം ഉണ്ടായിരുന്ന പഴയ കൊച്ചി രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇന്നത്തെ തൃശ്ശൂർ. ഇന്ന് ആ തൃശ്ശൂരിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വൻകിട നഗരത്തിന് വേണ്ട ഒന്നുമില്ലാത്ത ഒരവസ്ഥയാണ്. അവിടെ ദേശീയ മുഖ്യധാരയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു MP ഉണ്ടാവുകയാണെങ്കിൽ വരാൻ പോകുന്ന വികസനം എന്താണ് എന്നുള്ളത് കേരളത്തിലെ BJP ജനങ്ങളോട് പറയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഞങ്ങൾക്ക് തൃശ്ശൂരിനെ കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ? കഴിഞ്ഞ ദിവസങ്ങളിൽ 1 വർഷം മുമ്പോ മറ്റോ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മാസ്റ്റർ പ്ലാൻ അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുകയുണ്ടായി. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി പറയുന്നത് പോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഷാബു പ്രസാദ് സാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് BJPയോട് പറഞ്ഞ് അതിനുള്ള നയരേഖയായിരിക്കണം ഇനി പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ വികസനം ചർച്ച ചെയ്യുമ്പോൾ ഇനി മണിപ്പൂരിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്താണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ വളരെയധികം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് തന്നെ പറഞ്ഞു അവിടെ നടക്കുന്നത് എന്താണ്, അതിൽ BJPക്ക് യാതൊരു തെറ്റും ചെയ്യാനില്ല, BJPയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന്. പിന്നെയും മണിപ്പൂർ എന്ന് പറയല്ലേ. ശക്തൻ തമ്പുരാൻ തിരുമനസിൻ്റെ കൂടെ തൃശ്ശൂരിൻ്റെ വികസനത്തിൽ ഉന്നത സ്ഥാനം വഹിച്ച തമ്പുരാൻ്റെ കൂടെ എല്ലാ നിലയിലും സഹകാരികളായിട്ടുള്ള ക്രൈസ്തവരാണ് തൃശ്ശൂരിൻ്റെ ശക്തി. അവർ ഇപ്രാവശ്യം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് മുന്നണികളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യം വേണു എന്ത് തീരുമാനം വന്നാലും ഈ BJP ഇവിടെ ഒരു നേട്ടമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ ഏത് ഘടകത്തിലേക്ക് നോക്കിയാലും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്നുള്ള ഒരു പൊതുവായുള്ള വിലയിരുത്തലുണ്ട്. ഇപ്പോഴും അത് സംഭവിക്കുന്നു എന്ന രീതിയിലാണ്. ഇപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ മന്ത്രി സജി ചെറിയാൻ മോശമായിട്ട് പദപ്രയോഗങ്ങൾ അവർക്കെതിരെ നടത്തുമ്പോഴും അവിടെ വിലയിരുത്തൽ വരുന്നത് കോൺഗ്രസിനായിരിക്കും ഇത് ആത്യന്തികമായി ദോഷം ചെയ്യുക. BJPയിലേക്ക് കുറേ ക്രൈസ്തവ വോട്ടുകൾ പോയി കഴിയുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ ദോഷമായിട്ട് മാറും. ഈ രീതിയിലുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. അപ്പോൾ BJPയുടെ ഈ ഇങ്ങനെയുള്ള നേട്ടമുണ്ടാക്കുവാനുള്ള ശ്രമം അതിനെ കോൺഗ്രസ് ഏത് രീതിയിലാണ് കാണുന്നത്? മോദിയുടെ ഇന്നത്തെ ഈ വരവ്, മോദിയുടെ ഗ്യാരണ്ടി, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി ഇവിടെ വന്ന് പറയുക, ക്രൈസ്തവ സമൂഹത്തോട് നന്ദി അറിയിക്കുക, ഇവിടുത്തെ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുക, സർവോപരിയായിട്ട് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഈ ഇന്ത്യ മുന്നണി ബന്ധത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുക. എങ്ങനെ കാണുന്നു താങ്കൾ? മഞ്ജുഷേ, BJPക്ക് കേരളത്തിൽ പാർലമെന്റിൽ ഒരു അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഇനിയും ഒരുപാട് വേർപ്പൊഴുക്കേണ്ടി വരും. അത് ഈ സമീപകാലത്തൊന്നും സാധ്യവുമാവില്ല. ഇനിയിപ്പോൾ ഷാബു പ്രസാദിനെ പോലുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇനി മറിച്ച് എന്ത് പറഞ്ഞാലും ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. മഞ്ജുഷ, ഞാൻ ചോദിക്കുന്നു, ഭൂരിപക്ഷത്തിന്റെ ഇടയിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലെ BJPയുടെ വോട്ട് സംഖ്യ എന്ന് പറയുന്നത് പരമാവധി പോയത്, ഏറ്റവും അധികം പോയ 2014-ലെയും 2019-ലെയും അതിനിടയിൽ നടന്ന 2016-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, 14-ലെ പാർലമെന്റ്, 16-ലെ അസംബ്ലി, പിന്നെ 19-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഇതാണല്ലോ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയ ആ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് മൊത്തം വോട്ടിന്റെ 15%. നമ്മളിവിടെ വാദോരാതെ പ്രസംഗിക്കുക ഒരു ന്യൂനപക്ഷത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നില്ല, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ കടന്നു ചെല്ലാൻ പറ്റുന്നില്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഞാൻ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയും കൂടി നടത്തുന്ന ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിത് കൗതുകരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനിടയിലേക്ക് ഇവർക്ക് എത്രമാത്രം ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന് ഇടയിലേക്ക് ഇവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും
എങ്കിൽ ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ളതാണ് തിരുവനന്തപുരം മണ്ഡലം, ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ളതാണ് ആറ്റിങ്ങൽ മണ്ഡലം, ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ളതാണ് കൊല്ലം മണ്ഡലം, ഭൂരിപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ളതാണ് മാവേലിക്കര മണ്ഡലം. എന്തിനാ ഇവര് ന്യൂനപക്ഷത്തെ കുറിച്ച് വറിയിടാകുന്നത്? എന്തിനാണ് ഇവര് ഈ എന്താ പറഞ്ഞ ക്രിസ്ത്യൻ അപ്പീസ്മെന്റ് എന്നോ അല്ലെങ്കിൽ മുസ്ലിം അപ്പീസ്മെന്റോ എന്നൊക്കെ പറയുന്നത്? ഇവർക്ക് കേരളത്തിലെ മജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ അവരുടെ ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. അതാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ എല്ലാ കണക്കുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെ കടന്നു ചെല്ലാൻ ഇവർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇവർക്ക് പാർലമെന്റ് സീറ്റുകളിൽ ജയിക്കാൻ, അസംബ്ലി സീറ്റുകളിൽ ജയിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫിന്റെ ഒരു പരമാവധി, അതിന്റെ ഒരു ക്ലൈമാക്സിൽ എത്തിയത് എന്ന് പറയുന്നത് 2019 തെരഞ്ഞെടുപ്പാണ്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലൈമാക്സ് ആയിരുന്നു. അതിന്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ആണെങ്കിലും വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശംഖുമുഖത്ത് ഈ BDJS എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണവും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗം അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും ഇവരെന്തോ വലിയ സംഭവങ്ങൾ നടത്താൻ പോകുന്നു എന്നുള്ളത്, അവിടെയാണ് പരമാവധി BJPക്ക് ഒരു വോട്ട് ക്യാപ്ചറിങ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 അങ്ങനെയാണ് നേമത്ത് ശ്രീ രാജഗോപാൽ വിജയിക്കുക ഇടയായിട്ടുള്ളത്. അതിനുശേഷം അതിനോടനുബന്ധിച്ച് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 2019. ഇതിന് അപ്പുറത്തേക്ക് ഇനി BJPക്ക് കേരളത്തിൽ വളരാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമോ വളക്കൂറോ ഇവിടെ ഇല്ല. ഇനി നരേന്ദ്രമോദി 18 പ്രാവശ്യമല്ല 28 പ്രാവശ്യം മോദി കാ ഗ്യാരണ്ടി അല്ലെങ്കിൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ മഞ്ജുഷ 2014 19 തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് 14 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രീ O രാജഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് വന്ന് അന്ന് നരേന്ദ്രമോദിയുടെ അന്നത്തെ കൗതുകകരമായ ഒരു പ്രസംഗമുണ്ട്. അന്ന് അദ്ദേഹം ഹിന്ദിയിൽ ആണല്ലോ എല്ലാ കാലത്തും പ്രസംഗിക്കുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? അവര് പറഞ്ഞു മേരാ ബഹനോ, അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? ആ മത്ദാൻ ക്ഷേത്ര ജാനെ സെ പഹലെ अपना रजोई के अंदर जाना और गैस सिलेंडर पर देखना उसके बाद जाकर वोट डालना. അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്: നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുക്കളയിൽ കയറി ഗ്യാസ് സിലിണ്ടറിൽ ഒന്ന് നോക്കിയിട്ട് എന്നിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പോ ഗ്യാസ് സിലിണ്ടർ നോക്കി വോട്ട് ചെയ്യാൻ പോകണം എന്ന് 2014 പറഞ്ഞ മോദി 19 അത് വീണ്ടും ആവർത്തിച്ച മോദി, ഞങ്ങൾ ചോദിക്കുന്നു 24 ഈ ഏതെങ്കിലും ഒരു കാര്യം മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് ഈ മോദിയുടെ 18 വർഷത്തെ ഗ്യാരണ്ടി എന്ന് മോദി പറയുമ്പോൾ 18 പ്രാവശ്യം ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ ഈ ഗ്യാരണ്ടികളൊന്നും പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പൊ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു എന്നുള്ളതാണല്ലോ മഞ്ജുഷ ആമുഖമായിട്ട് നമ്മളോട് പറഞ്ഞത്. എങ്ങനെയാ മഞ്ജുഷ തൃശ്ശൂരിനെ ഇളക്കി മറിച്ചത്? കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്ന്, ഇപ്പൊ ഇടുക്കി ജില്ലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തൊടുപുഴ ഭാഗത്തു നിന്ന്, ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ആളുകൾക്ക് പോകാൻ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ ജില്ലകളിൽ നിന്നും വന്നിരിക്കുന്ന വനിതകൾ, ഇവരുടെ കണക്ക് പ്രകാരം 2 ലക്ഷം. CR ചിലപ്പോൾ ഒരുപക്ഷെ നേരിൽ കണ്ടതായിരിക്കും. റാഫിയും അവിടെ ടോണി റാഫിയും ഈ മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ നേരിട്ട് കണ്ടവരായിരിക്കും. ഞാൻ ഏതായാലും ഇടുക്കിയിൽ നിന്ന് TV-യിലാണ് ഇത് കണ്ടത്. ഇനി 2 ലക്ഷമല്ല 3 ലക്ഷം വന്നാലും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മഹിളകൾ ഇവരെല്ലാവരും കൂടി തൃശ്ശൂരിനെ ഇളക്കി മറിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സുരേഷ് ഗോപിക്ക് വേണ്ടിയാണല്ലോ ഈ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് എങ്കിൽ അവിടെ കൂടിയതിൽ ഒരു 10% മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ. ബാക്കി മുഴുവൻ ആളുകൾ പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അവരെ എത്തിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സിലേക്കും പൂർണ്ണമായും BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ പിന്നോക്കം പോകുന്നു. അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയത് 2019 പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂവിന് ശേഷമുള്ളതാണ്. ഇനി വിത്ത് റിഗാർഡ് ടു ദിസ് മൈനോറിറ്റീസ്, ഇപ്പോ നമുക്കറിയാം ഒരു അപ്രോക്സിമേറ്റ് 26-27% കേരളത്തിൽ മുസ്ലിം സമൂഹവും ഏതാണ്ട് ഒരു 22, 21, 22, 23 വരെ ക്രൈസ്തവ സമൂഹവും. അപ്പൊ അവരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു 47-48%. അതില് മലങ്കര പള്ളിയിലെ എന്താ പറഞ്ഞ ഓർത്തഡോക്സ് പള്ളിയിലെ ഏതെങ്കിലും ഒരു അച്ഛൻ പരിമലയിൽ BJPയിൽ ചേർന്നു, അല്ലെങ്കിൽ 40 കുടുംബങ്ങൾ ചേർന്നു. അതല്ല എങ്കിൽ ഒരു ജോർജ് കുര്യൻ അവരുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ കോട്ടയം ജില്ലയിൽ അവരുടെ മൈനോറിറ്റിയുടെ ഭാഗമായിട്ട് ഒരു അഭിഭാഷകൻ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ അല്ലാതെ ഒരു വ്യാപകമായ രീതിയിൽ കേരളത്തിലെ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്കത് കഴിയേ. പക്ഷെ അതിനുവേണ്ടി ഒരു വ്യാപക പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസിനും അറിയാമല്ലോ. ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ വളരെയധികം ശക്തമാണ്. അവർ റാലികൾ നടത്തുന്നു, അവർ പരസ്യമായിട്ട് വന്ന് പറയുകയാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി ഒന്നും LDFO UDFO ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആരെ പരിഗണിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വിട്ടുതരിക, ഞങ്ങളത് തീരുമാനിച്ചു കൊള്ളാം എന്ന സന്ദേശം വൈദികർ സ്ഥിരമായിട്ട് നൽകുകയാണ്.
ഇതിപ്പോൾ ഇപ്പോൾ സേനാപതി പറയുമോ എന്നറിയില്ല. സഭാ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ വിശ്വാസികൾ മുഖവിലേക്ക് എടുക്കണം എന്നില്ല എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ചോദിക്കട്ടെ മഞ്ജുഷേ, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയോ അല്ലെങ്കിൽ മൈനോറിറ്റി സമൂഹത്തെയോ ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ അകറ്റി നിർത്തുകയോ അവർക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ അവരെ പാർശ്വവൽക്കരിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാൻ അവകാശമുള്ള എന്ന് പറഞ്ഞാൽ ദളിത് ക്രൈസ്തവർ മാത്രമാണ്. അതായത് കൺവേർട്ട് ചെയ്ത് ഹിന്ദു സമൂഹത്തിൽ നിന്നും ദളിതരായി മാറിയിട്ടുണ്ട്. അവർക്ക് അവകാശങ്ങൾ ഒരു ഗവൺമെന്റും കൊടുത്തിട്ടില്ല, നിശ്ചയമായിട്ടും അവർക്ക് കൊടുക്കേണ്ടതാണ്. അതിന്റെ ചർച്ചകൾ പോലും ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് എന്ത് പ്രത്യേകമായ അവകാശങ്ങളാണ് കേരളത്തിൽ ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കോ പ്രത്യേകമായിട്ട് കൊടുക്കാത്തത്? ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു അലിഗേഷൻ കോൺഗ്രസിനെതിരെ ഉള്ളത് എന്താണ്? ഈ മൈനോറിറ്റീസിന് എ കെ ആന്റണി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, അവര് അനാവശ്യമായ രീതിയിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടുന്നു അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകമായ ആരോപണം. ടോണി, എന്താണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ താങ്കൾക്ക്? ടോണി റാഫി. അല്ല, ക്രൈസ്തവർക്ക് കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടിയിരുന്നത് ഒരേ ഒരു കാലത്താണ്, കരുണാകരന്റെ കാലത്താണ്. അല്ല, ഞാൻ പറയാം, സേനാപതി വേണു എനിക്ക് വളരെയധികം ബഹുമാനമുള്ള ഒരാളാണ്. ടോം വടക്കനെ തൃശ്ശൂർ മത്സരിപ്പിക്കുന്നില്ല. അപ്പോൾ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സേനാപതി വേണു. അതിൽ കരുണാകരൻ്റെ കാലത്താണ് ക്രൈസ്തവർക്ക് അവർക്ക് അർഹിക്കുന്ന എല്ലാ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. എ കെ ആന്റണി കത്തോലിക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ കാലത്ത് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇപ്പോൾ പറയുന്ന 80:20 പോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഒരു നീതി കിട്ടി എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. ഇപ്പോൾ പത്തനംതിട്ടയിലും എറണാകുളത്തും തൃശ്ശൂരുമുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ പലസ്തീൻ രാഷ്ട്രീയമാണ് 2024 നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് പോലും അല്ലാത്തൊരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ചിട്ട് ക്രൈസ്തവരെ നിങ്ങൾ അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിൽ ദയവ് ചെയ്ത് സംസാരിക്കല്ലേ. അതൊക്കെ ജനം വിലയിരുത്തും, പ്ലീസ്. ശരി, ഞാൻ CR നീലകണ്ഠനിലേക്ക് പോവുകയാണ്. CR നീലകണ്ഠൻ, ഇങ്ങനെ ഈ ന്യൂനപക്ഷങ്ങളെ തമ്മിൽ അകറ്റുവാനുള്ള ഒരു ശ്രമം സംഘപരിവാർ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഈ രീതിയിൽ ടോണി റാഫി പറഞ്ഞതുപോലെ ഈ ചില പ്രയാസങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. അതിപ്പോൾ സേനാപതി വേണു കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം എതിർക്കുന്നു. ഈ ചർച്ചകളിൽ വരുന്ന ചില വൈദികരും ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ BJPയുടെയും സംഘപരിവാറിൻ്റെയും ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണങ്ങൾ അത് ഫലം കണ്ടു തുടങ്ങിയെന്നാണോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്? ശ്രീ CR. അല്ല, ഞാൻ പറഞ്ഞ അബ്ദുള്ളക്കുട്ടി ജന്മം കൊണ്ട് ഇസ്ലാമാണ്. അദ്ദേഹം BJPയുടെ നേതാവായിട്ട് എത്ര കൊല്ലായി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് BJPയിൽ വാരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെയുള്ള ആളുകളുണ്ട്. മുസ്ലിങ്ങൾ BJPയിലുണ്ട്, അത്യാവശ്യം. എത്രയുണ്ടെന്നുള്ളത് വേറെ. ഇപ്പൊ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ കണക്കുണ്ട്. ഗോവയിൽ വന്നു. ഗോവയിൽ 40% ഹിന്ദു വോട്ട് പോളറൈസ് ചെയ്യുന്നു. ഗോവയിൽ മാത്രമല്ല, ഇപ്പൊ UPയിലെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമൊന്നുമല്ല, ഒരു 40%, 50% വരെ മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ പോലും BJP ജയിക്കുന്നു. എങ്ങനെ ജയിക്കുന്നത്? അവിടെ 3 പാർട്ടികൾ വെവ്വേറെ നിൽക്കുന്നു. സമാജ്വാദി പാർട്ടി നിൽക്കും, കോൺഗ്രസ് നിൽക്കും, OICയുടെ പാർട്ടി നിൽക്കും, BSP നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് മുസ്ലിം വോട്ട് ഭിന്നിച്ചു പോയി ജയിക്കുന്നതാണ് മിക്കവാറും BJP മുസ്ലിം. കാരണം അവിടെയുള്ള ബാക്കി 40% ഹിന്ദു വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്താൽ ഈ 3ആയി വിഭജിക്കുന്ന വോട്ട് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ സേനാപതി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ തന്നെ ഹിന്ദുക്കൾ എത്ര ശതമാനം BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്നത് നമ്മളൊന്ന് ആലോചിച്ചാണ്. എല്ലാ ഹിന്ദുക്കളും BJPക്ക് വോട്ട് ചെയ്യുന്നവരല്ല. ഞാൻ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ വിഷയം എന്താ? ഇപ്പൊ വികസനത്തെ കുറിച്ച് പറഞ്ഞു, ടോണി റാഫേൽ പറഞ്ഞു. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? ആരുടെ വികസനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കണേ? ആരെ കുറിച്ചാ പറയണേ? ഇപ്പൊ ദേശീയപാത കേരളത്തിൽ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയപാത ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും വന്നിട്ടുണ്ട്. ദേശീയപാത മാത്രമല്ല, പല റേറ്റ് പല സംസ്ഥാനത്തും വന്നിട്ടുണ്ട്. അതിപ്പോൾ നല്ലല്ലോ, എത്രയോ കാലങ്ങളായി ഓരോ ഘട്ടത്തിലും അത് കൂടി വന്നിട്ടുണ്ട്. റോഡ് വികസനം കൂടി വന്നിട്ടുണ്ട്. അതിന്റെ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ, അത് ആ വികസനം സ്വാഭാവികമാണ്. നേരെ മറിച്ച് ഞാൻ ഒറ്റ ചോദ്യം, മോഡി അധികാരത്തിൽ വരുമ്പോൾ ലോകത്ത് ക്രൂഡിന്റെ വില എത്രയാണ്? ഇപ്പൊ ക്രൂഡിന്റെ വില എത്രയാണ്? ഇപ്പൊ പെട്രോളിന്റെ വില എത്രയാണ്? അന്നത്തെ പെട്രോളിന്റെ വില എത്രയാണ്? ഇത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പെട്രോൾ വില കഴിഞ്ഞ 1 മാസമായിട്ട് കൂടിയിട്ടില്ല, 2 മാസമായിട്ട് കൂടിയിട്ടില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരെ കൂടിയില്ലായിരിക്കും. ടോണി, അതാണ് ന്യായമായിട്ട് പറഞ്ഞതും. കുറെ മാസങ്ങളായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതിൽ വർധനവുണ്ടായിട്ടില്ല എന്ന്.
മോദി ഭരിച്ച 3 മാസം അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതൊരു വേറൊരു ചർച്ചയാണ്. ഇപ്പൊ പെട്രോൾ ഡീസലിന്റെ വില ഈ രാജ്യത്ത് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ അതുമായിട്ട് അനുബന്ധിച്ചുണ്ടാവുന്ന ഇക്കണോമിക് സൂചികകൾ എന്താവും? ഇപ്പൊ നമ്മുടെ പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ടാക്സുകൾ രാജ്യം കളക്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് അൾട്ടിമേറ്റ് ക്യാവോസ് ആയിരിക്കും സാമ്പത്തിക മേഖലയിൽ. ഇപ്പോ പെട്രോൾ ഡീസലിന്റെ വിലവർദ്ധനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ മഞ്ജുഷ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. നാളെ പെട്രോളിന്റെ വില ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അതൊരു ഇക്കണോമിക് ഇഷ്യൂ ആണ്. അത് ആ രീതിയിലുള്ള ഒരു ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മോദി 2014 പറഞ്ഞ ഗ്യാരണ്ടി തട്ടിപ്പറിയോ? ഹലോ, ശബ്ദത്തിൽ അത് പരിഹരിക്കാം. ശ്രീ സിയാർ ദിനയുടെ ശബ്ദത്തിൽ ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ ഷാബു, സിയാർ പറഞ്ഞതിനുള്ള മറുപടി ഒരു ഗ്യാരണ്ടിയും പാലിച്ചിട്ടില്ല എന്ന്. അതായത് അദ്ദേഹം ഈ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഈ പെട്രോളിയം വിലയിലെ പെട്രോളിന്റെ വിലയിലും പെട്രോൾ ഡീസൽ വിലയിലാണല്ലോ. ഒരു കാര്യമുണ്ട്, അദ്ദേഹം ചോദിക്കുന്നു അന്ന് ക്രൂഡിന്റെ വില എത്ര, ഇന്ന് ക്രൂഡിന്റെ വില എത്ര ഡോളറാണ്. ഈ സിആർ ഒരു കാര്യം കൂടെ ആലോചിക്കണം, അന്ന് ഡോളറിന്റെ വാല്യൂ എത്രയാണ്, ഇന്ന് ഡോളറിന്റെ വില എത്രയാണ് എന്നും കൂടെ ആലോചിക്കണം. പിന്നെ മറ്റൊന്ന്, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പെട്രോൾ ഡോളർ അമേരിക്കൻ നാണയമാണ് സിആറെ. അത് അവരാണ് അവരുടെ നാണയത്തിന്റെ വില തീരുമാനിക്കുന്നത്, നമ്മളല്ല. ഡോളർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കറൻസിയാണ് സാർ. ഡോളർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കറൻസിയാണ്. അവരാണ് അവരുടെ അതിന്റെ വാല്യൂ തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ ഇവിടെ ഇരുന്ന് നരേന്ദ്രമോദി അല്ല ഡോളറിന്റെ വില തീരുമാനിക്കുന്നത്, അത് തീരുമാനിക്കുന്നത് അമേരിക്കയാ. മറ്റൊന്ന്, സംസാരിക്കട്ടെ, താങ്കൾ അവസരത്തിൽ സംസാരിക്കൂ. സിയാറിന്റെ ശബ്ദത്തിൽ ചില പ്രശ്നമുണ്ടായ സാങ്കേതിക പ്രശ്നം, അത് പരിഹരിച്ചിട്ടുണ്ട്. സിയാർ താങ്കൾ പൂർത്തിയാക്കിക്കോളൂ, അത് കഴിഞ്ഞ് ഷാബുലേക്ക് ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. സിയാർ പറയൂ. 2014 മോഡിക്ക് ഗ്യാരണ്ടി. ഇപ്പൊ ടോണി റാഫേലോ അല്ലെങ്കിൽ അമ്മോ ഷാബു പ്രസാദോ ഒക്കെ പറയുന്ന ഒരു കാര്യം, ഇത് പെട്രോൾ വില കൂടിപ്പോയി ഞങ്ങൾക്ക് എന്തായി, അന്ന് എന്തിനാണ് പിടിച്ചത്, കണ്ടുപിടിച്ചേ ഞങ്ങൾ കണ്ടതല്ലേ ഷാബു സാറേ, നമ്മൾ കണ്ടതല്ലേ പെട്രോൾ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ രൂപയുടെ വില BJP വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്കത് അറിയാനാ. ഡോളറിന്റെ വില കേൾക്കുന്നില്ല കേട്ടോ. സിയാർ ഏതിനെ പറ്റിയാണ് ഒന്നുകൂടി പറയുമോ? അതായത് ഇന്ത്യൻ രൂപയുടെ വില കുറഞ്ഞതാണ്, അമേരിക്കൻ ഡോളറിന്റെ വില കൂടിയതല്ല. അവരുടെ പ്രശ്നം ഇന്ത്യ ഡിഫൻസിന് ഇന്ത്യൻ രൂപയുടെ വില കുറയാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏത് കാലത്തും ഒരു രാജ്യത്തിന്റെ പണത്തിന്റെ മൂല്യം കുറയുക. ഞാൻ പറയാം, 90 മൻമോഹൻ സിംഗ് ധനമന്ത്രി ഇരുന്നപ്പോൾ ഡോളറിന്റെ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ അടക്കം ഡോളറിന്റെ വില കൊല്ലാണ്ട് കൂടി. അത് കഴിഞ്ഞ് ഇപ്പൊ ഇന്ത്യൻ രൂപ മനസ്സിലായി. ഷാബു മറുപടി കേട്ടല്ലോ അല്ലേ? രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് പ്രശ്നം. എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. രൂപയുടെ മൂല്യം കുറഞ്ഞതാണ് പ്രശ്നം. രൂപയുടെ മൂല്യം അതായത് ഒരു കാര്യം ഇവിടെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യ ഡോളർ ഡിപ്പെൻഡന്റ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊന്ന്, അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന ഡോളറിന്റെ വാല്യൂ, അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ പ്രധാനമായും തീരുമാനിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക നയവും അമേരിക്കയുടെ ഇതനുസരിച്ചാണ് അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരുന്നതും വാല്യൂ കൂടുന്നതും കുറയുന്നതും എല്ലാം. ഇനി മറ്റൊന്ന്, ഇനി ഇവിടെ ഈ പെട്രോൾ ഡീസൽ വിലയാണല്ലോ പ്രശ്നം. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ പെട്രോളിന്റെ വില ഏതാണ്ട് 80-85 രൂപയായിരുന്നു. ഇപ്പോൾ അത് 107 രൂപയാണ്. ആ ഒരു 10 വർഷത്തിനിടയിൽ ഉള്ള ആ ഒരു ഇൻക്രീസ് ആണിത്. ഇനി മറ്റൊന്ന് പറയട്ടെ, ഈ ഡോളറിന്റെ വില ഈ പെട്രോൾ ഡീസൽ വില ഇത്രമാത്രം ജനങ്ങളുടെ നട്ടലിലൊടിച്ച് ജനങ്ങളെ അങ്ങ് കുത്തുവാള എടുപ്പിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ എങ്ങനെയാണ് മഞ്ജുഷ ഈ രാജ്യത്ത് വാഹന വ്യവസായം ഇത്ര
ഇങ്ങനെ കുതിച്ചുയരുന്നത്? പക്ഷേ ഷാബു പ്രസാദ് യുപിഎയുടെ ഭരണകാലത്ത് എത്രമാത്രം പ്രക്ഷോഭം നടത്തിയിട്ടുള്ളതാണ് ബി ജെ പി? അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കുമെന്ന പ്രഖ്യാപനം വന്നതാണല്ലോ. ചില നേതാക്കന്മാരുടെ കൗതുകകരമായ പ്രസംഗങ്ങൾ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വിമർശന വിധേയമാണ്. അത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് വിമർശന വിധേയമാണ്. ഒരു കാര്യം അല്ല വിമർശിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. വിമർശന വിധേയമാണ്. ബി ജെ പി അധികാരത്തിൽ ഇരിക്കുമ്പോൾ, ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും കോൺഗ്രസിനും ഇവർക്കും മറ്റ് പ്രതിപക്ഷങ്ങൾക്കും സി ആറിനെ പോലുള്ളവർക്കും അവകാശവുമുണ്ട്. ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇത് ബി ജെ പി കാര്യം ഇതിൻ്റെ അത് ഈ രാഷ്ട്രീയം എല്ലാവർക്കും കളിക്കാമല്ലോ. ബി ജെ പിക്കും കളിക്കാം, അവർക്കും കളിക്കാം. അത് വേറെ കാര്യം. അവരുടെ കയ്യിൽ വരുന്ന ഒരു ആയുധം അല്ലെങ്കിൽ പറയാൻ കിട്ടുന്ന, സർക്കാരിനെതിരെ പറയാൻ കിട്ടുന്ന ഒരു കാരണം അവർ വിദഗ്ധമായി അവരുപയോഗിക്കട്ടെ. ഇനി അതേ ജനങ്ങളത് സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ഞാനിവിടെ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്തെ പെട്രോളിയം വില, പെട്രോൾ ഡീസൽ വില ഇത്ര ഭീകരമായി ജനത്തിൻ്റെ നട്ടലൊടിക്കുന്നതാണെങ്കിൽ ഈ പെട്രോളിൻ്റെ ഉപഭോഗം എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? പെട്രോളിൻ്റെ രാജ്യത്ത് നമ്മുടെ റോഡുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ആണ് ഇവിടുത്തെ വാഹന വിപണിയുടെ വളർച്ച. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വാഹന വിപണി ഭാരതത്തിൻ്റെതാണ്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. ജനങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയുന്നത്. അല്ല, ഇതിലേ എനിക്ക് ആ യുക്തി കേട്ടിട്ട് ഭയങ്കര ചിരിയാ പറഞ്ഞേ. സ്വർണത്തിന്റെ വില കൂടുമ്പോഴും കേരളത്തിൽ സ്വർണത്തിന്റെ മാർക്കറ്റിലൊന്നും ഒരു ഇടിവ് ഉണ്ടായിട്ടില്ല. മദ്യത്തിന്റെ വില കൂടുമ്പോഴും കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നവർ കൂടെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ വർഷവും മദ്യത്തിന് കൂടുതൽ വരും. പ്രശ്നം അതല്ല, കുറച്ചു പേരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ യുക്തിപരമായിട്ട് മറുപടി പറയൂ. യുക്തിപരമായിട്ട് മറുപടി പറയൂ. ഗതികേടുകൊണ്ടാണ് ശ്രീ ഷാബു പ്രസാദ് വാഹനം ഓടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല, ഞാൻ പറയുന്നത്, ഞാൻ ഒന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കട്ടെ. അതായത് വില കൂടിയാൽ സാധനം ഉപയോഗിക്കുന്ന കുറെ പേര് എപ്പോഴും ഉണ്ട്. ഇപ്പൊ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യ ഉപയോഗം, സ്വർണ്ണ ഉപയോഗം. അതുകൊണ്ട് കേരളീയർ സമ്പന്നരാണ് എന്ന് വിലയിരുത്താൻ കഴിയോ? ഞാൻ വിലയിരുത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒന്നും ആളുകൾ സമ്പന്നരാണ്. ഇവിടെയാണ് കൂടുതൽ കാർ വാങ്ങിക്കണേ, ഇവിടെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഓടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അവർ ഓടിക്കുവോ? ഞാൻ ഓടിക്കുവോ? നിങ്ങൾ ഓടിക്കുവോ? അല്ല, ഞാൻ ഓടിക്കാറില്ല. അതുകൊണ്ടാ എനിക്ക് അതല്ല, പെട്രോൾ അടിച്ച് ഓടിക്കാൻ സാധിക്കുന്നവനെ പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കുള്ളൂ. അതേസമയം ഇവിടെ ഉപഭോഗം കുറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന മനസ്സിലാക്കാവുന്നത്, ഇവിടെ ഈ പറഞ്ഞ പെട്രോൾ ഡീസൽ വില ഇവിടുത്തെ ജനജീവിതത്തിനെയും ഇവിടുത്തെ ജനങ്ങളും കാര്യമായി ഒന്നും ഈ കിടന്ന് പറയുന്ന ബഹളമല്ലാതെ ഇവിടെ ഒന്നും ആരും അതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെയൊന്നും അല്ല ഷാബു, അങ്ങനെയൊന്നും ഷാബു. അത് ഗതികേട് കൊണ്ടാണ്. എന്തായാലും ഉത്കണ്ഠയുണ്ട്, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ ടോണി റാഫി, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ കാര്യമാണ്. ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞത് ഭൂരിപക്ഷ സമുദായത്തിലേക്ക് പോലും കടന്നു ചെല്ലുവാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ ന്യൂനപക്ഷ സമുദായങ്ങളെന്ന്. അതിനുള്ള മറുപടി ടോണി റാഫി. അത് കേരളമായാലും തമിഴ്നാടായാലും വളരെയധികം ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്. അപ്പോൾ ബി ജെ പിയുടെ ഐഡിയോളജി എന്നുള്ള പേരിൽ ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആ രീതിയിലുള്ളൊരു ബയാസ് വളരെ കൃത്യമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ബി ജെ പി എന്നുള്ളത് ഇപ്പോഴും ഒരു അസ്പർശ്യത നമ്മൾ കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. പക്ഷെ സേനാപതി വേണു പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ക്രൈസ്തവ സമൂഹം അങ്ങനെ പോവില്ല. അത് ഒരു വിധത്തിലുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അങ്ങനെ ഒരു ചിന്ത വന്നിരിക്കുകയാണ്. ക്രൈസ്തവർ ഏതാണ്ട് ഇവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നുള്ള പോലെ ഇവർ ചിന്തിക്കുകയാണ്. അത് ഏതാണ്ട് അവസാനിപ്പിക്കാറായി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം പലതവണയും ഇത് അവസാനിപ്പിക്കാറായി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ക്രൈസ്തവ നാമധാരികളായ ചിലർ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ സമൂഹം മുഴുവൻ അങ്ങനെ സംസാരിക്കുന്നു എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു വോട്ട് ബാങ്ക് ആയിട്ട്
ബിജെപിക്ക് ഒരു ഭിന്നമതി സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇപ്പോൾ? ക്രൈസ്തവ സമൂഹം മുഴുവൻ ബിജെപിയുടെ ഒപ്പമാണ് എന്ന് ഞാൻ ഇതുവരെ പ്രസ്താവിച്ചിട്ടില്ല. ബിജെപി ഒരു ഭിന്നമതി സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടോ എന്നാണ് ഞാനൊരു കാര്യം പറയാം. ഇത് ചരിത്രം പറയുമ്പോൾ സവർക്കറുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കേരളത്തിലെ EMS എന്ന് പറയുന്നത് ഹിന്ദു സർക്കാരും പ്രതിപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞിരുന്ന VD സവർക്കർ, വിനായക് ദാമോദർ സവർക്കറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പം 2016 തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ ബയാസ് നമുക്ക് കാണാം. കോട്ടയത്ത് 2 സീറ്റാണ് ജയിച്ചത്. തൃശ്ശൂരായാലും പിന്നെ ജയിക്കുന്നത് ആകെ എറണാകുളത്താണ്. ലത്തീൻ കത്തോലിക്കര്, പാവപ്പെട്ട വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ മാത്രം പിന്തുണയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ ഉള്ളത്. സുറിയാനി കത്തോലിക്കരുടെ ഇല്ല. സുറിയാനി കത്തോലിക്കരെന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ സമുദായം, തൃശ്ശൂരിലെ കൽതായ സമുദായം മുതൽ ഏറ്റവും വലിയ സമുദായം കത്തോലിക്ക സമുദായം വരെ, ഓർത്തഡോക്സ് ആകട്ടെ യാക്കോബായ ആകട്ടെ, ഈ മേഖലകളിൽ ഒന്നും കോൺഗ്രസ് ഇല്ല. അവിടെ ഒന്നും കോൺഗ്രസിന് ജയമില്ല. ഭാരതപ്പുഴയുടെയും പമ്പയാറിന്റെ ഇടയിലും പിന്നെ കാണുന്നത് കുറച്ച് കുടിയേറ്റ മേഖലകൾ, കണ്ണൂർ ജില്ലയിലും കോഴിക്കോടും കാണുന്ന കുടിയേറ്റ പ്രദേശങ്ങളിലാണ് ക്രിസ്ത്യാനികളുള്ളത്. അവിടെയൊക്കെ എവിടെ കോൺഗ്രസ്? അപ്പം നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഇവർ കോൺഗ്രസിന് വിട്ടുപോയി എന്നുള്ളത് 2016 തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായി. പക്ഷേ അതേ സിറ്റുവേഷനിലാണല്ലോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം കോൺഗ്രസ് നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? 1 ലക്ഷത്തിൽ കുറച്ച് ഭൂരിപക്ഷമുള്ള ഏതാനും മണ്ഡലങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും 1 ലക്ഷത്തിന് മേലിലായിരുന്നു ഭൂരിപക്ഷം കോൺഗ്രസിന്. എനിക്ക് ഒരു മിനിറ്റ് എനിക്കൊരു ചെറിയ തെറ്റ് പറ്റി. 2016 തെരഞ്ഞെടുപ്പല്ല, 2021 തെരഞ്ഞെടുപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്. 2021 തെരഞ്ഞെടുപ്പ്. 2019 നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതിനുശേഷം ക്രമാനുഗതമായിട്ട് 2 വർഷം കൊണ്ട് 2021 തെരഞ്ഞെടുപ്പ്. ഞാൻ പറഞ്ഞതിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആ മേഖലകളിലൊന്നും ഇവരില്ല. ക്രൈസ്തവർ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ പോലും ഇന്ന് കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായ ക്രൈസ്തവ സമൂഹം അതിൽ വലിയൊരു പങ്ക് BJP പക്ഷത്തേക്ക് അടുക്കുന്നു എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നല്ല, അന്യവൽക്കരിക്കപ്പെട്ട ക്രൈസ്തവ സമൂഹം എന്ന് നിങ്ങൾ പറയും. ഇടതുപക്ഷവും സൈദ്ധാന്തികമായിട്ട് തന്നെ ഇടതുപക്ഷവുമായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കത്തോലിക്ക സഭയ്ക്കും മറ്റ് സഭകൾക്കുള്ളത്. വിമോചന സമരത്തിന് നേരിട്ട് നേതൃത്വം കൊടുത്ത കത്തോലിക്ക സഭയാണ് കേരളത്തിൽ. എന്നിട്ട് പോലും ആ ഒരു അന്യവൽക്കരണത്തിന്റെ ഭാഗമായി കോൺഗ്രസിനോടുള്ള ഒരു ദേഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പല ക്രൈസ്തവ മേഖലകളും ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ജോസ് കെ മാണിയോട് അവർ ചെയ്തത് നന്ദികേടാണ് എന്നുള്ളത് ക്രൈസ്തവ സമൂഹത്തിന്റെ അകത്ത് അന്നുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ ധാർഷ്ട്യം എന്തായിരുന്നു? പൊക്കോ. ഇന്ന് 2021 കഴിഞ്ഞ് 2024 പുലരിയിലേക്ക് വരുമ്പോഴാണ് VM സുധീരൻ പറയുന്നത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു പൊക്കോ എന്ന് പറയുന്ന ആ നിലപാട് തെറ്റാണ്. അതിന്റെ ആദ്യത്തെ വിക്ടിം കോൺഗ്രസ് ഈ ജോസ് കെ മാണിനെ അങ്ങനെ ഓടിച്ച്. അപ്പൊ ക്രൈസ്തവ മേഖലകളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജോസ് കെ മാണി അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ ക്രൈസ്തവ മേഖലകളിൽ അങ്ങനെ ഒരു നിലപാടുണ്ടായി. ഇനി തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അല്ല, അപ്പോൾ അത് ഇടതുപക്ഷത്ത് ഉറച്ചോ ഇല്ലയോ അതോ ഏത് സമയം ഉറച്ചിട്ടില്ല? ഇടതുപക്ഷത്തെ എവിടെ ഉറച്ചു? ഇടതുപക്ഷത്തിനെതിരെ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് രാത്രിയല്ലേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബിഷപ്പ് ക്രിസ്മസ് കുർബാനയുടെ ഇടയിൽ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന്. ഇടതുപക്ഷത്തെ അവർ ഉറച്ചു എന്നൊന്നും നിങ്ങൾ പറയല്ലേ? അപ്പൊ ക്രൈസ്തവ സമൂഹത്തിന്റെ അഡ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഏത് രീതിയിൽ ചിന്തിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? അവരേത് രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് ക്രൈസ്തവർക്ക് വിടാം. ക്രൈസ്തവ നേതാക്കന്മാരോ ക്രൈസ്തവ ബിഷപ്പുമാരോ അല്ല, വിദ്യാഭ്യാസമുള്ള ക്രൈസ്തവർക്ക് വിടാം. അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങളെ അവർ നേരിടുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് കാണിക്കണം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവന മന്നത്ത് പത്മനാഭാചാര്യന്റെ ദിനത്തിൽ പെരുന്നയിൽ നിന്നുണ്ടായി. ജാതി സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് ജിത്തിനി ആബാദി ഉത്തിനി ഹക്ക്, എത്രയാണോ ഞങ്ങളുടെ ജനസംഖ്യ അത്രയ്ക്ക് അർഹത ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞതാണ് 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പരാജയമെന്ന് ഇപ്പോഴും കോൺഗ്രസ് സമ്മതിക്കാൻ തയ്യാറല്ല.
രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റോമിൽ മാർപ്പാപ്പ പറയുന്ന പോലെ തെറ്റാവരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ? ശുദ്ധ അബദ്ധമാണ് ഈ ജാതി സെൻസസ് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, ശ്രീ സേനാപതി വേണു, നിങ്ങളിൽ നിന്നും പോയ ആ ക്രൈസ്തവ വോട്ടുകൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമില്ല എന്നാണ് ടോണി റാഫി പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കരുതിയിരുന്നവർ നിങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞു. ഒറ്റ മിനിറ്റ് മഞ്ജുഷേ, ഞാൻ സേനാപതിയിലേക്ക് പോയിട്ട് വരാം. സേനാപതി, എന്റെ സ്നേഹിതൻ ശ്രീ ടോണി റാഫി പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. അതായത് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന, പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ അവരവിടെ നിന്ന് മാറി. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നാ ഇവരെല്ലാം ഇടതുപക്ഷത്താണോ? ഇടതുപക്ഷത്ത് വോട്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഇവരുടെ വോട്ട് എവിടെ വരണം? 2019 ശേഷം അല്ലെങ്കിൽ 2021 പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ വോട്ട് ഷെയറിംഗ് BJPക്ക് വന്നിട്ടുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നതിലെ ഒരു യുക്തിയുമില്ല. പിന്നെ എനിക്ക് എത്ര ആലോചിച്ചിട്ടും, അതായത് നമ്മളൊക്കെ ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്നത് മതേതരത്വം എന്നുള്ള ആ ഒരൊറ്റ മന്ത്രത്തിന്റെയും മുദ്രാവാക്യത്തിന്റെയും മതനിരാസമില്ലാത്ത മതേതരത്വം. അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് അവഗണനയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുള്ളത് എന്ന്, അത് എന്താണ് അതിന്റെ ഒരു പ്രചരണം എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പം ജോസ് കെ മാണിയെ മുന്നണിയിൽ നിന്ന് പോയി എന്നുള്ളത് അത് കോട്ടയം ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ അതൊന്നും പറയേണ്ട സമയമല്ല. ഞാൻ പറഞ്ഞത്, അപ്പോ അവിടെ എന്നിട്ട് ജോസ് കെ മാണിക്ക് ജയിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം ഈ ക്രൈസ്തവ സമൂഹം ചിന്തിക്കുകയാണ് ഞങ്ങൾ ജോസ് കെ മാണിയോട് എന്തെങ്കിലും അനീതി കാണിച്ചു എന്നാണ് തോന്നുന്നതെങ്കിൽ അവിടുത്തെ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായിട്ടും ജോസ് കെ മാണിയുടെ പിന്നിൽ നിൽക്കണ്ടേ? അദ്ദേഹം 10,000 വോട്ടിന് തോക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. അപ്പോ ഞാൻ പറയുന്നത്, നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച അത് യുക്തിഭദ്രമായ ഒരു ചർച്ചയായിരിക്കണം. ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സമുദായ സംഘടനയോ സമുദായമോ അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫിക്സഡ് വോട്ടല്ല. അങ്ങനെ ഒരു ഫിക്സഡ് വോട്ടിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചിന്തയുമില്ല, ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലീഡർ ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം ക്രൈസ്തവ സമൂഹത്തിന് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന്. ആ നേട്ടങ്ങൾ എല്ലാ കാലഘട്ടത്തിലും തുടർന്നു വരികയാണ്. അതുകൊണ്ടാണല്ലോ കുണ്ടുകുളം തിരുമേനിയെ പോലുള്ള ആദരണീയരായ ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരൊക്കെ പരസ്യമായി ലീഡർ ശ്രീ കെ കരുണാകരന് വേണ്ടി വോട്ട് ചോദിക്കുന്ന പോലും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവരൊക്കെ കോൺഗ്രസിനോടുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം തുടർന്നു വന്ന ആളുകൾ ഒരുപക്ഷെ കരുണാകരൻ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ കരുണാകരൻ പറയുന്നത് പോലെ AK ആന്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ പറയാൻ പറ്റത്തില്ല. കാരണം ദേ ബിലോങ്സ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി. ലീഡർക്ക് അത് ഓപ്പൺ ആയിട്ട് പറയാം, ലീഡർ ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ടോണി അങ്ങേപ്പോലുള്ള ആളുകൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വിശ്വസിക്കുക. കോൺഗ്രസ് ഒരു ന്യൂനപക്ഷ സമുദായങ്ങളോടും ഏതെങ്കിലും രീതിയിലുള്ള അവഗണനയോ അനീതിയോ ഒട്ടും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞത് കുടിയേറ്റ മേഖലകളിൽ പേരാവൂർ ഞങ്ങളല്ലേ സേനാപതി വേണു, ഞങ്ങളല്ലേ കുടിയേറ്റ മേഖലകളല്ലേ ഇവിടെയൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അതിനിടയിൽ ചർച്ചയിൽ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യത്തിൽ ഷാബു പ്രസാദെ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 54% നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത് 2014 ശേഷം. ഡോളറിന്റെ വില വല്ലാതെ കയറിപ്പോയി. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ ഇന്നലെ മിനിഞ്ഞാന്നോ നമ്മുടെ മലയാളം ജീവികളിൽ വന്ന ഒരു വാർത്തയാണ്. അമേരിക്കയിൽ ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായി 10 രൂപയും 12 രൂപയും പെട്രോളിനും ഡീസലിനും അമേരിക്കയിൽ കുറച്ചിരിക്കുന്നുവെന്ന് ആരോ അത് ട്രോളുകൾ പോലും ചെയ്യുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ അങ്ങ് പറയുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചിട്ടും വാഹനത്തിന്റെ ഉപയോഗം കൂടുന്നു. ഇതല്ലല്ലോ നിങ്ങൾ 2014 2016 ഒക്കെ പറഞ്ഞത്. 2014 നിങ്ങൾ ആണയിട്ട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ സ്കൂട്ടി ഉന്തിക്കൊണ്ട്, വി മുരളീധരൻ കാളവണ്ടി അടിച്ചുകൊണ്ട്, സുരേന്ദ്രൻ ഗ്യാസ് സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട്, നിങ്ങളെല്ലാം പറഞ്ഞെന്താ, ഞങ്ങളൊന്ന് അധികാരത്തിൽ വന്നാൽ 40 രൂപയ്ക്ക് പെട്രോള് 30 രൂപയ്ക്ക് ഡീസല് ഞങ്ങൾ തരാൻ പോകുന്നു. നിങ്ങൾ ആ വാഗ്ദാനം, അത് മോഡിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. ആ ഗ്യാരണ്ടി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നഷ്ടക്കച്ചവടം ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഈ നാരീശക്തി വോട്ടാകുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ ക്രൈസ്തവ സമൂഹം BJPയിലേക്ക് അടുക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുകയാണ്. ഇതൊക്കെ ആത്യന്തികമായി കോൺഗ്രസിന് നഷ്ടമുണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ ടോണി റാഫി തന്നെ പറഞ്ഞു, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ നഷ്ടം, അതിനുശേഷം 2019 ശേഷമുണ്ടായ നഷ്ടം, ആ വോട്ടുകൾ തിരികെ കോൺഗ്രസിലേക്ക് എത്തുമോ? ഇങ്ങനെ കോൺഗ്രസിന് നഷ്ടമുണ്ടാകുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, സിയാർ. അല്ല, ഞാന് ഒന്നാമത് ഈ മതം വച്ച് അങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ തന്നെ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം ഒരു മതത്തിലെ ഏതെങ്കിലും പുരോഹിതനോ അല്ലെങ്കിൽ കുറച്ചുപേരോ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യും.
ശ്രീ കെ കരുണാകരനെ എനിക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തമാശ തോന്നി. കെ കരുണാകരനെ തൃശ്ശൂരിൽ തോൽപ്പിച്ചതും ഒരു ബിഷപ്പാണ് എന്നൊരു ചരിത്രമുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. കരുണാകരനെ യേശുവിനോട് ചുമപ്പിക്കുകയും അദ്ദേഹത്തെ ക്രൂശിക്കണം എന്ന അർത്ഥത്തിൽ പറയുകയും കെ കരുണാകരൻ എന്ന മഹാനായ ഭീഷ്മാചാര്യൻ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ദയനീയമായി തോൽക്കുകയും ചെയ്ത ഒരു ചരിത്രവും ഉണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അത് ക്രിസ്ത്യാനികളുടെ പേരിലിടണ്ട, അത് കോൺഗ്രസ്സുകാർ കാലുവാരിയോണ്ടാണ് അങ്ങനെ പറയുന്നത്. കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുന്നീതും കുത്തു കിട്ടിയിട്ടാണ് ഞാൻ തോറ്റെന്നുള്ളത്. അത് ക്രിസ്ത്യാനികളുടെ പേരിലിടരുത്, അത് കോൺഗ്രസ്സുകാർ തന്നെ അല്ല കാലുവാരിയതാണ്. അത് രാഷ്ട്രീയ ചരിത്രമാണ്. അപ്പൊ കോൺഗ്രസ്സുകാരാണെന്ന് പറയണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, മണിപ്പൂരിന്റെ കാര്യം ഒരു കാര്യം പറയേണ്ട മനുഷ്യ, ഈ ക്രിസ്ത്യൻ വോട്ടിനെ കുറിച്ച് പറയുന്നത് കരുണാകരന്റെ ആത്മകഥയിലുണ്ടെന്നത് നിങ്ങൾ വെറുതെ അല്ല. അതൊക്കെ ആത്മകഥയൊക്കെ ആളുകൾ പലതരത്തിലാണ്. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. അന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, ഞാനന്ന് സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു. മണിപ്പൂരിൽ എന്തൊക്കെയാവട്ടെ, ഇത്രയും ആളുകൾ മരിച്ചിട്ട് മാസം കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി അറിഞ്ഞത്. അതൊരു കാര്യമുണ്ട്. ഒരു ബന്ധമില്ലെങ്കിൽ അത് അന്ന് ഇടപെടായിരുന്നല്ലോ, എന്തെല്ലാം കാര്യം ചെയ്യായിരുന്നു. ഇത്രയും വലിയ ലോകം മുഴുവൻ മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്ത് മണിപ്പൂർ എല്ലാം അറിഞ്ഞിട്ട് ഒരു വാക്ക് പറയാൻ, ഒരു വാക്ക് പ്രധാനമന്ത്രിയുടെ വായിക്ക് സമയം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാ? അതിൽ ബി ജെ പി അവിടെ വർഗീയ കലാപം ഉണ്ടാക്കിയോ എന്നുള്ളതല്ല ചോദ്യം. അവിടെ ഭരിക്കുന്ന ബി ജെ പി പിന്തുണയ്ക്കുന്ന സർക്കാർ, അതിനെ പിന്തുണയ്ക്കുന്ന കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു കുഴപ്പമുണ്ടായിട്ട് ഒരു വാക്ക് പറയാൻ പല മാസങ്ങൾ എടുത്തു എന്ന ചോദ്യത്തിന് അതിൽ അങ്ങനെയില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാലോ. അപ്പൊ എവിടെ പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം പറയില്ലേ? അദ്ദേഹത്തിന് പറയാലോ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രശ്നമുണ്ട്, ഞാനത് പറയാം. ഇപ്പൊ വന്നിട്ട് വിരുന്ന് കൊടുക്കുമ്പോ ഒന്ന് മണിപ്പൂരിൽ കുഴപ്പമില്ല, മണിപ്പൂരിൽ വേറെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പ് പറഞ്ഞു, അതൊക്കെ അവിടെ കിട്ടാം. മണിപ്പൂരിൽ ഞാനും പോയതാ. അപ്പൊ മണിപ്പൂരിൽ അങ്ങനെ അത് അവിടെ നശിപ്പിക്കപ്പെട്ടത് മുഴുവൻ പള്ളിയാണ്, തകർക്കപ്പെട്ടത് മുഴുവൻ പള്ളിയാണ്. അതല്ലാന്നൊന്നും പറയണ്ട. അത് ഇവിടുത്തെ പോയി വന്ന പലർക്കും അറിയുകയും ചെയ്യാം. പ്രശ്നം എന്താന്ന് വെച്ചാൽ മണിപ്പൂർ ഓർക്കണ്ട, ഗുജറാത്ത് ഓർക്കണ്ട, അല്ലെങ്കിൽ വേറൊന്നും ഓർക്കണ്ട എന്ന രൂപത്തിൽ നമുക്ക് പോകാൻ കഴിയില്ല. ഓരോരുത്തർ വോട്ട് ചെയ്യുന്ന ഓരോ കാരണമുണ്ടാവും. അത് ടോണി റാഫേൽ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ കാരണം. നിങ്ങൾ ഓപ്പൺ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തി മണിപ്പൂരിനെ ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ചർച്ച 1 മണിക്കൂറും കൂടി നീട്ടേണ്ടി വരും മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. ഐ എം റെഡി ഫോർ ദ ഡിബേറ്റ്. എന്താ അവിടെ വർഗീയ കലാപങ്ങൾ, എന്താണ് വംശീയ കലാപങ്ങൾ, നിങ്ങൾ ആദ്യം പഠിക്കേ. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സേനാപതി വേണു, ശ്രീ ടോണി റാഫി പോയിന്റ് ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പോയിന്റ് ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പ്രധാനമന്ത്രിയുടെ വരവ് സംസ്ഥാനത്ത് BJPക്ക് ഗുണകരമാകുമോ? ഗുണകരമാകുമെന്ന് 69% പ്രേക്ഷകർ, ഗുണം ചെയ്യില്ല എന്ന് 28%, നിഷ്പക്ഷം 3%. പോയിന്റ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.